അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് വീക്കിലെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് റോസ് ഡേ ആണ്. റോസ് ഡേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു മിനി ബാസ്ക്കറ്റ് റോസ് ബുക്കെ ഉണ്ടാക്കാം. ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഈസിയും അതുപോലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇതാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു കളറിൽ 5x5 സെന്റിമീറ്ററിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിന്റെ മോൾ ഭാഗം മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ താഴ്ഭാഗം ഒന്ന് പിരിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ലീവ്സിന് വേണ്ടിയിട്ട് വീണ്ടും 5x5 സെന്റിമീറ്ററിൽ ഒരു ഗ്രീൻ കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ മുകളിൽ ഒന്ന് സിക്സാഗ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന റോസ് അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് താഴ്ഭാഗത്ത് ഒന്ന് പിരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോസ് കിട്ടും. അതുപോലെ ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു പിങ്ക് അതുപോലെ ഒരു റെഡ് കളറിലാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി വെച്ച് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെക്കാൻ വേണ്ടി ഒരു ബാസ്ക്കറ്റ് വേണം. ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് റോളാണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് പീസ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് റെഡ് ഹാർട്സ് ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാസ്ക്കറ്റിന്റെ ഉള്ളിലേക്ക് ചുറ്റും നല്ല രീതിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന റോസസ് ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലവ് നോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തേക്കണ പോലെ ഹാപ്പി റോസ് ഡേന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ട്സ് ഒക്കെ എഴുതി കൊടുക്കാനുണ്ടെങ്കിൽ എഴുതി കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്രാഫ്റ്റിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്രാഫ്റ്റ് നമുക്ക് പ്രപ്പോസ് ഡേ ആണ് വരുന്നത്. പ്രപ്പോസ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലെറ്റർ ആണ് എഴുതി കൊടുക്കുന്നത്. ലെറ്റർ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ടീർ ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അത് ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ലെറ്റർ ആണ് എഴുതി കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിന്റെ എൻവലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ മോൾ ഭാഗം മാത്രം ഒന്ന് കർവ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എൻവലപ്പിന്റെ ലുക്കിലൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം എഴുതി വെച്ചിരിക്കുന്ന ലെറ്റർ ഒന്ന് ഇതിന്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ എൻവലപ്പിന്റെ ഷേപ്പിക്കാൻ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എൻവലപ്പാണെങ്കിലും അതങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് കാണാൻ അത്ര സുഖമില്ലാത്ത കാരണം അതിന്റെ മുകളിൽ കുറച്ച് ഹാർട്ട് ഷേപ്സ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിബംബോ കൂടി ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലെറ്ററും പ്രപ്പോസലും ഒക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലൊന്ന് വീണു പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ പ്രപ്പോസ് ഡേയുടെ കാര്യത്തിൽ ഇനി പേടി വേണ്ട. അപ്പോൾ നമ്മുടെ അടുത്ത ഡേ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഡേ ആണ്. ചോക്ലേറ്റ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ചോക്ലേറ്റ് ഹാമ്പർ ആണ് സെറ്റ് ചെയ്യുന്നത്. സാധാരണ ഒരു ചോക്ലേറ്റ് ഹാമ്പർ അല്ല, നമ്മൾ ഇതിലൊരു സീക്രട്ട് മെസ്സേജ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ കലണ്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒട്ടിച്ചേക്കുന്ന പോലെ എന്തെങ്കിലും ഒരു പിക്ചർ വരച്ചെടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലും കോഡ്സോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളോ അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക. ഞാനിവിടെ ചോക്ലേറ്റ് ഡേ ആയതുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു കോട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുമ്പോൾ നമ്മൾ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സൈഡ്സ് ഒട്ടിക്കണം. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും. അപ്പോൾ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഹാമ്പറിന് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്കിന് വേണ്ടി കാർഡ്ബോർഡ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹേർട്ട് ഷേപ്പിക്ക് ഒന്ന് ഒട്ടിച്ചു കൂടി കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടിക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ്സ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഡാർക്ക് ആണ്. എന്റെ ചോക്ലേറ്റ് ഹാമ്പർ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറി മിൽക്കോ സ്നിക്കേഴ്സോ മിൽക്കി ബാർ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള മിഠായി കൊടുക്കും. അപ്പോൾ ഞാൻ സത്യത്തിൽ മെലഡി ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. കടയിൽ മെലഡി ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഈ മിഠായി അങ്ങോട്ട് മേടിച്ചു. അതാണെങ്കിലോ കടയിൽ ആകപ്പാടെ 10-15 ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്നത് മൊത്തം ഞാൻ മേടിച്ചു. എന്നിട്ടും തികഞ്ഞില്ല. അപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രേപ്പ് പേപ്പർ ഒന്ന് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തിട്ട് പെൻസിലിന്റെ ബാക്കിൽ വെച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവർ പോലത്തെ ഒരു ഷേപ്പിലൊക്കെ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചതിലെ സീക്രട്ട് മെസ്സേജ് എങ്ങനെ റിവീൽ ആവണേ എന്നുള്ള കാര്യം പറഞ്ഞത്. നമ്മൾ ഈ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ഇത് പ്ലെയിൻ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ സാധാരണ ഒരാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, കൊണ്ട് കളയും. പക്ഷെ ഇത് കൊണ്ട് കളയണ്ട. സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് സൈഡ്സ് ഒട്ടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പറിച്ച് കളയാൻ പറ്റും. അത് പറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ഫ്രെയിം ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം കിട്ടിയില്ലേ. പോരാത്തതിന് ചോക്ലേറ്റ്സ് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്ക് ഈ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊന്നും വേറെ. ഈ ഒരു ഐഡിയ എന്റെ തലയിൽ ഉദ്ദേശിച്ചത്. അതിനെടുത്ത് പറയാൻ കാരണം ബാക്കി എല്ലാ ഐഡിയാസും ഞാൻ പിൻട്രസ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷെ എന്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു സംഭവം തോന്നി. അപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടൊന്നും പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ മറക്കണ്ട. ടെഡി ഡേക്ക് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് നമുക്കൊരു ടെഡി ബിയറിനെ ഉണ്ടാക്കാം. ഈ ടെഡി ബിയറിനെയാണ് ഉണ്ടാക്കാൻ തുടങ്ങിയതെങ്കിലും അവസാനം ചെന്നെത്തിക്കുന്നത് ഒരു ചെറിയ പോമറേനിയൻ പട്ടിക്കുട്ടിയുടെ ലുക്കിക്കാണ്. പക്ഷേ ഇനിവേ നമുക്കൊരു പാവക്കുട്ടിനെ കിട്ടിയ പോരെ, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും വെറുതെ ഒരു പാവക്കുട്ടില്ല, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാവക്കുട്ടിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കഥ പറഞ്ഞിരിക്കാണ്ട് കാര്യത്തേക്ക് കിടക്കാം. ഒരു കാർഡ്ബോർഡ് ഒരു ടെഡി ബിയറിന്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഒന്ന് ചുരുട്ടിയെടുത്തൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ മൂക്കിന്റെ ഭാഗത്ത് അതൊന്ന് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് ഹാമ്പറിൽ ചെയ്ത പോലെ കുറച്ച് ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് പെൻസിലിന്റെ ബാക്കിൽ വെച്ചിട്ട്
വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അത് നമ്മുടെ കാർഡ് ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്പേസ് ഒന്നും ഇല്ലാണ്ട് ഒട്ടിച്ചു കൊടുക്കാം. സെന്ററിൽ വേണമെന്നുണ്ടെങ്കിൽ റെഡ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് ഒരു ഹാർട്ട് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ചെയ്തോ, സംഭവം ക്യൂട്ടാണ്. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ആയിട്ടൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊരു പേപ്പറിൽ കണ്ണും മൂക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്തരമുള്ള സംഭവം എങ്ങനെയുണ്ടെന്ന് പറയാം. ക്യൂട്ടല്ലേ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഡേ എന്ന് പറയുന്നത് പ്രോമിസ് ഡേ ആണ്. പ്രോമിസ് ഡേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോമിസ് ഡേ കാർഡെന്നോ അല്ലെങ്കിൽ പ്രോമിസ് ഡേ പസിലെന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന സംഭവം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 12x12 സെന്റിമീറ്ററിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ പിന്നെയും ഒരു 9 പീസസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എന്തെങ്കിലും പ്രോമിസസും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ 9 പീസസിൽ ഡിഫറെന്റ് പ്രോമിസസ് എഴുതി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഒരു ലോങ് കോട്ടായിട്ട് അങ്ങനെ എഴുതി കൊടുത്താലും മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനൊരു പസിലിന്റെ ഷേപ്പിലൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പെൻസിൽ വെച്ച് വരച്ച മാർക്കിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ സംഭവം നല്ല സെറ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്കൊരു ചെറിയ പേപ്പർ ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. പിന്നെ പേപ്പർ ബോക്സിന് എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളിയാണ്. പേപ്പർ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാത്തത്. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പോയി നോക്കിക്കോളൂ. അപ്പൊ നമ്മുടെ ബോക്സും പസിലൊക്കെ കൂടെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പ്രോമിസ് ഡേ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഹഗ് ഡേ ആണ്. ഹഗ് ഡേക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എന്ത് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആലോചിച്ചിട്ട് അവസാനം ചെന്നെത്തിയത് ഇവിടെയാണ്. നമ്മുടെ ഹാർട്ട് ഷേപ്പിലൊക്കെ ഉള്ള പില്ലോസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആയിരുന്നു എന്റെ മൈൻഡിൽ. പക്ഷെ അതൊക്കെ ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്. അപ്പോൾ എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ പേപ്പർ വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണല്ലോ. അതുകൊണ്ട് ഒരു കുഞ്ഞ് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു സ്ക്വിഷി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഒരു ടെഡി ബിയറിനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. കൈ രണ്ടും ഇങ്ങനെ വിരിച്ച് നിൽക്കണ പോലെ ഒന്ന് വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കൈയിന് രണ്ടും നമ്മൾ ഹഗ് ചെയ്ത് പിടിക്കുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് അതിന്റെ നടുക്കിക്ക് നമ്മുടെ ആ കുഞ്ഞ് സ്ക്വിഷി ഉണ്ടല്ലോ അതൊന്ന് വെച്ച് കൊടുക്കുക. അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും ഒരു പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ടെഡി ബിയറിനെ നമുക്ക് ആ പേപ്പറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്തെങ്കിലും കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഭയങ്കര സിമ്പിൾ ആയി പോയി എന്നറിയാം, എന്നാലും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ്. പിന്നെ നമ്മൾ ഫെബ്രുവരി 1 തോന്നുന്നു ഒരു ദിസ് മച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഹഗ് ഡേക്ക് അടിപൊളിയാണ്. അപ്പൊ അതും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 ഹാർട്സ് തമ്മിൽ ഹഗ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. അപ്പോൾ തട്ടിക്കൂട്ട് ഹഗ് ഡേ കാർഡ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, ക്യൂട്ടാണ്. അടുത്തതാണ് കിസ് ഡേ. കിസ് ഡേക്ക് സംഭവം ഈസിയാണ്. ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക, 4 സൈഡും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെയോ ഗേൾ ഫ്രണ്ടിനെയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയോ ആരെങ്കിലൊക്കെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ചെറപറാ കിസ് കൊടുത്തു. വെറുതെ പേപ്പറിൽ കിസ് കൊടുത്തിട്ട് കാര്യമില്ല, ലിപ് ടിൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് കിസ് കൊടുത്തോളൂ. ലിപ്സ്റ്റിക് ഇട്ട് ഇത്രയും കിസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഏതോ ഒരു സിനിമയിലെ കൊച്ചിങ്ങനെയൊക്കെ കുതിര കാതൽ കിസ് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ ചുണ്ടൊക്കെ ഒന്ന് ചുവന്ന് തുടുത്തിരിക്കുന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാസ്കിംഗ് ടേപ്പ് ഒക്കെ ഒന്ന് പറിച്ചു കളയാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോഡ്സ് ഒക്കെ എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. കിസ് കാർഡ് അടിപൊളിയല്ലേ? അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡേ എന്ന് പറയുന്നതാണ് വാലന്റൈൻസ് ഡേ. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടത്. അപ്പൊ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാർഡാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ പ്രപ്പോസ് ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എൻവലപ്പ് പോലെ ഒരു എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിന് ഞാൻ മെഷർമെന്റ് എടുത്തേക്കുന്നത് 8x18 സെന്റിമീറ്റർ ആണ്. ഈ എൻവലപ്പിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലെറ്റർ അല്ല, നമുക്ക് വേറൊരു സംഭവം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 7x25 സെന്റിമീറ്ററിൽ ഒരു A4 ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 സെന്റിമീറ്റർ വെച്ചിട്ട് അതിന് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പൊ നമുക്കതിനെ ഇതുപോലൊക്കെ ഒന്ന് തുറന്നെടുക്കാനായിട്ട് പറ്റും. ഇനി അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിൽ ഒരു സുഖമില്ലല്ലോ. അപ്പൊ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കോഡ്സ് ഒക്കെ ഒന്ന് എഴുതിട്ട് അതാണ് ഞാൻ ഇതിന്റെ മുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ കിസ് ഡേക്ക് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലിപ് പ്രിന്റ്സ് എടുത്ത പോലെ വേറെയും കുറച്ച് ലിപ് പ്രിന്റ്സ് എടുത്തിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ വേണ്ടതൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ നമ്മുടെ എൻവലപ്പിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എൻവലപ്പിക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ താഴത്തെ ഭാഗത്ത് ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അത് നിവർത്തുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പൊ നമ്മുടെ കാർഡ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി നമുക്ക് എൻവലപ്പ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു റിബൺ കൂടി കെട്ടി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിന് ഇതുപോലെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻവലപ്പിനെ ഒരു സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലെറ്റർ എഴുതി കൊടുക്കാം. ലെറ്ററിന് വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റിലേക്ക് ചെയ്ത പോലെ പേപ്പറിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് ടിയർ ചെയ്ത് കളഞ്ഞിട്ട് അതിലേക്ക് ഒരു ലെറ്റർ എഴുതിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നിടത്തൊക്കെ ഇതുപോലെ ഓരോന്നൊക്കെ എഴുതി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഷി ടേപ്പ് പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ടെഡി ബിയറിന്റെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് ഡ്രൈഡ് ചിപ്സ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ അതിന്റെ കൂടെ ഒന്ന് ഒട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാർഡിന്റെ അകത്തെ പണി ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പുറം ഭാഗം കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുമ്പോൾ എന്തായാലും ഒരു സുഖമില്ല. അപ്പൊ അത് കാരണം ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കുറേ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു റിബൺ കൂടി വെച്ച് കെട്ടി കൊടുത്ത് നോക്കി, അപ്പോഴും എനിക്കൊരു തൃപ്തി വരുന്നില്ല. അത് കാരണം ഞാൻ പിന്നെ കുറച്ച് ഹാർട്ട് ഷേപ്സ് ഒക്കെ അവിടെ ഇവിടെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര
അടിപൊളിയാണ് കാണാൻ. പിന്നെ ആ എൻവലപ്പും കൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട, അത്രയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അപ്പൊ ഇതാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ കാർഡ്. അപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്നൊന്നും പറയാൻ മറക്കണ്ട. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ കഷ്ടപ്പെട്ട് വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യണത്. അതെന്തായാലും വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഐറ്റംസും കൂടി ഒന്ന് കാണാം.